ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സൈക്കിൾ സവാരി പോകുന്നത് ചേർത്തലയിൽ നിന്നും പള്ളിത്തോട് വെറ്റ്ലാൻഡ് വഴി ചങ്ങരം വെറ്റ്ലാൻഡിലേക്കാണ്. ചങ്ങരം വെറ്റ്ലാൻഡ് എഴുപുന്നയിലാണുള്ളത്. ചേർത്തലയിൽ നിന്ന് ഏകദേശം 17-18 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ദേശാടന കിളികളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ദേശാടന കിളി മാത്രമല്ല, എല്ലാത്തരം കിളികളും വരുന്നതാണ്. ഈ കാണുന്നത് മനക്കോടൻ ലൈറ്റ് ഹൗസ് ആണ്. അഴീക്കൽ ബീച്ചിന്റെ വശത്തുള്ളതാണ്. ഇത് 1979 പ്രവർത്തനം ആരംഭിച്ചത്. ഇതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിത്തോട് വെറ്റ്ലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒത്തിരി പക്ഷികളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ പക്ഷിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നത് നീലക്കോഴി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ക്യാമറയിൽ കൂടി നോക്കുമ്പോഴത്തേക്കും അത്ര വ്യക്തമല്ല. അതിന്റെ തൂവലൊക്കെ മൊത്തം നീല കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എന്തോ ഇരയൊക്കെ പിടിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ ഇവിടെ. നോക്കാം. ഇത് കണ്ട ഇഷ്ടം പോലെ കൊക്കും നീലക്കോഴി കുറെ ഉണ്ട് കേട്ടോ. എനിക്ക് എവിടെയാണ് കൂട് കൂട്ടണം എന്ന് പറഞ്ഞൂടാ. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അപ്രതീക്ഷയായിട്ട് പെലിക്കനെ സ്പോട്ട് ചെയ്തു. 2 ഉണ്ട് കേട്ടോ. ഒരെണ്ണം നേരെ കാണാവുന്നത്, ഒരെണ്ണം പറന്നു പോകുന്നുണ്ട്. അടിപൊളി ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പെലിക്കനെ കാണുന്നത്. അതിനൊരു ഭാഗ്യമുണ്ടായി. വ്യൂ അത്ര ക്ലിയർ അല്ല കേട്ടോ. എന്താണെന്നറിയില്ല. അന്തരീക്ഷത്തിൻ്റെ ആണോ ഫോണിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും പെലിക്കനെ കണ്ടു. ഈ കാണുന്നത് ചെമ്പൻ അരിവാൾ കൊക്കൻ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിന്റെ കൊക്ക് അരിവാൾ പോലെ നീണ്ടിരിക്കുക, അതുകൊണ്ടാണ് അതിനെ പറയണത്. ഈ കാണുന്നത് വാലന്താമര കോഴിയാണ്. ഇത് അപൂർവമായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഇച്ചിരി വാല് നീളം കുറവാണ്. നീളമുള്ള വാലുകളൊക്കെ ഉണ്ട്. വെറ്റ്ലാൻഡില് പക്ഷികളെ നിരീക്ഷിക്കാൻ വന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഡോഗ് സാറ് പക്ഷീനൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്.
വിശന്നിട്ടാണെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുന്നത് അവനത്ര പിടിച്ചിട്ടില്ല കേട്ടോ, നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. കടിക്കുവാ ഇനി. അപ്പൊ ഇനി നമുക്ക് ചങ്ങരം വെറ്റ്ലാൻഡിലേക്ക് പോവാം. പോണ വഴിക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. കണ്ടൽക്കാടൊക്കെയാണ് കേട്ടോ ഇത്. കുറെ നീർക്കാക്കകള് ലൈൻ കമ്പിയുടെ സ്റ്റേയിലിരിക്കണുണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, കേട്ടൊന്നുണ്ട്. അങ്ങനെ നമ്മള് ചങ്ങരം വെറ്റ്ലാൻഡിലേക്ക് എത്തിയട്ടാ. അങ്ങനെ ആദ്യത്തെ കിളീനെ നമ്മൾ കണ്ട്. എന്ത് കിളിയാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ, വെള്ളത്തിന് മുകളിൽ കത്തി കളിക്കണം, പേരറിഞ്ഞൂടാ അതിന്റെ. നമ്മള് പള്ളിത്തോട് വെറ്റ്ലാൻഡിൽ കണ്ട നീലക്കുഴിയില്ലേ, ആ നീലക്കുഴിയാണ് കാണുന്നത്. അവിടുത്തെ ഇച്ചിരി ക്ലിയർ വ്യൂ ഉണ്ട്. ആ നീല കളറൊക്കെ വ്യക്തമായിട്ട് കാണാം. ഒരു സാധാ കൊക്കാണ് കേട്ടോ ഇരിക്കുന്നത്. പറക്കുമ്പോ പറന്നല്ല കൊക്കിന്റെ ഫ്ലൈറ്റ്. ഈ കാണുന്നത് ചേരക്കോഴിയാണ് കേട്ടോ. ഇത് നരച്ച കളറ്, കറുത്തതല്ല, ഇത് നരച്ച കളർ, വേറൊരു ടൈപ്പ്. ഈ പക്ഷിയുടെ പേര് ഇരട്ടത്തലച്ചി എന്നാണ്, നാട്ടു ബുൾബുൾ എന്നും പറയും. ഇരട്ടത്തലച്ചിന്റെ പേരൊന്നും അറിയില്ല. ഇതിന്റെ തലയില് 2 കൊമ്പ് പോലെ കാണുന്നുണ്ട്, ഇനി അതാണെന്ന് അറിഞ്ഞില്ല. നാട്ടു ബുൾബുൾ. കാണുന്നത് വയൽക്കിളിയാണ്, ചെറിയ കിളിയാണ് കേട്ടോ, നല്ല രസമാണ് ഇതിനെ കാണാൻ. അത് ഇഷ്ടംപോലെ ഉണ്ട് ഈ പ്രദേശത്ത്. ഇതാണ് നീർക്കാട. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വാലാട്ടിക്കൊണ്ടിരിക്കും. എന്തോ ഇരയൊക്കെ പിടിക്കുന്നുണ്ട്. നീർക്കാട എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് നീലവാലൻ വേലിത്തത്തയാണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ, പക്ഷെ കുറച്ച് ടൈം അത് വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ഈ കാണുന്ന കൊക്കിനെ ചാരമുണ്ടി എന്നും പറയും, അതുപോലെ തന്നെ ചാരക്കൊക്കെന്നൊക്കെ പറയും. നല്ല വലിയ വലിപ്പമുള്ളതാണ്. കാണുന്നത് മുങ്ങാങ്കോഴിയാണ് കേട്ടോ, ഇത് താറാവിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് പല ടൈപ്പ് ഉണ്ട്, ഒരു ടൈപ്പ് കാണുന്നുള്ളൂ. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് ഇതിലൂടെ.